അതിരപ്പിള്ളി വനത്തിൽ അതിക്രമിച്ചു കടന്ന വിനോദസഞ്ചാരികൾക്കെതിരെ കേസ്. അങ്കമാലി സ്വദേശികളായ 5 പേർക്കെതിരെയാണ് അതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ നടപടിയെടുത്തത്. കേരള ഫോറസ്റ്റ് ആക്ട് പ്രകാരമാണ് നടപടി. വാഹനവും പിടിച്ചെടുക്കും. ഇവർക്കൊപ്പമുണ്ടായിരുന്ന താൽക്കാലിക വാച്ചർ അയ്യമ്പുഴ സ്വദേശി ശ്രീലേഷും കേസിൽ പ്രതിയാണ്. സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സൂരജ്, ഇവർക്കെതിരെ നടപടിയെടുത്ത സാഹചര്യം എന്താണ്? വേണു, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിൽ ഈ 5 അംഗ സംഘം അതിരപ്പള്ളി വനമേഖലയിൽ അതിക്രമിച്ചു കയറുന്നത്. പ്രത്യേകിച്ച് ഇതൊരു സംരക്ഷിത വനമേഖലയാണ്. അവിടെ അതിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ പോലും വനംവകുപ്പിന്റെ പ്രത്യേക അനുമതിയോടുകൂടി മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഇരിക്കെയാണ് ഈ 10 കിലോമീറ്റർ ഉൾവനത്തിലേക്ക് അത് വാഹനം ഉപയോഗിച്ച് ഈ സംഘം യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഇത് വനംവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. തുടർന്നാണ് ഇവർക്കെതിരെ ഇപ്പോൾ ഈ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇവർ സഞ്ചരിച്ചത് ഒറ്റയ്ക്കായിരുന്നില്ല എന്നുള്ളതാണ് ഈ കണ്ടെത്തലുള്ളത്. അതിന് വാച്ചർ, അതായത് താൽക്കാലിക വാച്ചറായിട്ടുള്ള അയ്യമ്പുഴ സ്വദേശി ശ്രീലേഷിന്റെ സഹായത്തോടു കൂടിയാണ് ഇവർ ഈ വനത്തിനകത്ത് യാത്ര നടത്തിയതെന്നും വനംവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ വാച്ചറെ കൂടി പ്രതിയാക്കിക്കൊണ്ട് ഇപ്പോൾ ഈ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും 5 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ ഫോറസ്റ്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വാച്ചറുടെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടലിനെ കുറിച്ചും പ്രത്യേകമായി അന്വേഷിക്കുന്നുമുണ്ട്. വേണു, ശരി, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.